സാർ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ ജോസഫ് സാറേ. യെസ്. ഓഡിബിൾ ആണല്ലോ അല്ലെ? സ്ക്രീൻ കാണാമോ? ഓക്കെ. സോ വെൽക്കം യു ആൾ ടു ലോ സീവേഴ്സ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സിറ്റിസൺഷിപ്പും പിന്നെ യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് എന്താണെന്നും അങ്ങനെ. ഇപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ ക്ലാസ് ആണ്. 3ാമത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യു ഓൾ നോ ദിസ് part of the constitution is the most important among all the parts of the constitution. എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എവറി ബേസിക് റൈറ്റ് ഓഫ് എനി പേഴ്സൺ ഫ്രം റിച്ച് ടു പുവർ, ഏത് മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, ഏതൊരു ആസ്പെക്റ്റിലുള്ള ഏത് സ്റ്റേറ്റസിൽ സോഷ്യലി എക്കണോമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ആ വ്യക്തിയുടെ ബേസിക് റൈറ്റുകളൊക്കെ എൻഷോർ ചെയ്തിട്ട് അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിൻ്റെയും ഹൈക്കോടതിയുടെ മുന്നിൽ പോകാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ വിൽ സ്റ്റാർട്ട് ദ ക്ലാസ്. ഇന്നതൊരു ഇൻട്രോഡക്ടറി ക്ലാസ് ആയിരിക്കും. ഇത് ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഫർദർ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സും എന്താണ് സ്റ്റേറ്റും എന്നാണ് മൊത്തത്തിൽ നമ്മൾ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഇൻട്രോ കൊടുത്തിട്ട് നമ്മൾ ഫർദർ ഉള്ള കുറച്ച് ഡീറ്റെയിലേക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഓക്കെ, സോ വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ എൻഷ്രൈൻ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ്? ആർട്ടിക്കിൾ 12 to 35 മൊത്തം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 12 to 35 നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടീസ് ഒക്കെ സേഫ് ഗാർഡ് ചെയ്തിട്ടും കൂടാതെ തന്നെ സ്റ്റേറ്റ് ഓവർ റീച്ച് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാം. സ്റ്റേറ്റ് ഓവർ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് ഓവർ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് ഇപ്പോൾ എന്തെങ്കിലും നിയമം പാസ്സാക്കുകയാണെങ്കിൽ അത് ആർബിട്രറി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് അധികാരം പാർലമെന്റിന് കൊണ്ടുകൊടുത്തിട്ട് നമ്മുടെ ബേസിക് റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിയമം വരുവാണെങ്കിൽ അതിനൊക്കെ കർട്ടെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ 12 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിൾസ് എൻഷ്രൈൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്ത്, അതായത് സ്റ്റേറ്റ് ഓവർ റീച്ചിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ജസ്റ്റിസ്, ഇക്വാളിറ്റി എന്നീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പ്രിയാമ്പിൾ പഠിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ക്ലാസ് ഞാൻ പ്രിയാമ്പിൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു, അതായത് ഏതൊരു ലോ സ്റ്റുഡൻറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതും ബൈഹാർട്ട് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് പ്രിയാമ്പിൾ. പ്രിയാമ്പിളിൽ ഓരോ പ്രിൻസിപ്പിൾസ് എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു. കൂടാതെ നമ്മുടെ രാജ്യത്തിലെ സിറ്റിസൺസിന് എന്ത് എൻഷൈൻ ചെയ്യണം? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എൻഷോർ ചെയ്യണം എന്ന് എന്താണ് സിറ്റിസൺസിന് എൻഷോർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ആർട്ടിക്കിൾ, ഈ പ്രിൻസിപ്പിൾ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ പറഞ്ഞ കോർ പ്രിൻസിപ്പിൾസ് ഇല്ലേ, അത് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പാർട്ടും കൂടിയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രിയാമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം ഒരു ഫ്രെയിം വർക്ക് തന്നെ പ്രിയാമ്പിൾ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് ഈ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എൻഷ്രൈൻ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 12 to 15 വിച്ച് ഇസ് പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടുന്നാണ് ഈ അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന കോൺസെപ്റ്റ് എവിടുന്നാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിവൺ ക്യാൻ എനിബഡി ആൻസർ? നമ്മൾ എവിടുന്നാണ് അഡോപ്റ്റ് ചെയ്തത്? സോറി, യെസ്, എക്സാക്ട്ലി, വെരി ഗുഡ്. US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മളത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്റോറിക്കലി, അതായത് ഒരുപാട് കാലം മുന്നേ പോവുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഒറിജിൻ എന്ന് വേണമെങ്കിൽ മഗ്നാ കാർട്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മഗ്നാ കാർട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ 1250 കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? ഒരു ചാർട്ടർ പ്രിപ്പയർ ചെയ്തു. ഈ ചാർട്ടർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ സബ്ജക്ട്സിന് ഒരു
നമുക്ക് ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ ആ സമയത്ത് അവിടുത്തെ സബ്ജക്ട്സ്, അവിടുത്തെ ജനങ്ങൾക്ക് ഒരു കോർ പ്രിൻസിപ്പിൾസ്, അവർക്ക് അവരുടെ സബ്ജക്ട്സിന് കുറച്ച് റൈറ്റ്സ് എൻഷുർ ചെയ്തിട്ട് ഒരു ഡോക്യുമെന്റ് ചാർട്ടർ ചെയ്തിട്ട് അതിനെ മഗ്ന കാർട്ട എന്നാണ് വിളിക്കുന്നത്. അതിനകത്ത് പറഞ്ഞെന്താ വെച്ചാൽ ഈവൻ ദ മൊണാർക്ക് ആർ സബ്ജക്റ്റ് ലോ, ആരും നിയമത്തിന് മേലെയില്ല, നിയമത്തിന് കീഴിലാണ്, ഈവൻ ദ മൊണാർക്ക് സബ്ജക്റ്റ് ലോ എന്നൊക്കെ എൻഷൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മഗ്ന കാർട്ട 1215 ഇയറിലുള്ള കാര്യം പറഞ്ഞു. ഇതന്നെ നമ്മൾ എന്താണ് ഇതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടും കൂടിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പാർട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ യുഎസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്തതെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സിൽ, അതായത് യുഎസ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആദ്യത്തെ 10 അമെൻമെന്റ്സ് പറയുന്നത് ഇതേപോലത്തെ തന്നെയാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ പവർ, ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ് ഓവറേജ് പ്രൊട്ടക്ട് ചെയ്തിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടീസ് ഒക്കെ എൻഷുർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് 10 അമെൻമെന്റ്സ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ബിൽ ഓഫ് റൈറ്റ്സിൽ 1689 പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ എന്ത് സംഭവിച്ചത്, 26 ജാനുവരി 1915 കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത സമയത്ത് പാർട്ട് 3 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി നമ്മൾ ഈ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പല രീതിയിലുണ്ട്. എന്തൊക്കെ ടൈപ്പ് റൈറ്റ്സ് ആണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞത് അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് ഞാൻ പറഞ്ഞത്, ഇന്ന ആർട്ടിക്കിൾ 12 to 35 വരെയാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രത്യേകത എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇപ്പൊ ഒരു പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുവാണെങ്കിൽ ആ പാർലമെന്റ് നിയമം പാസ്സാക്കുമ്പോൾ എന്ത് വേണം മനസ്സിൽ വെക്കണം, ഈ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അത്ര ഇമ്പോർട്ടന്റ്. കാരണം അതിനകത്തുള്ള ലിബർട്ടി, ഇക്വാലിറ്റി പ്രിൻസിപ്പിൾസ് ഒക്കെ എൻഷൈൻ ചെയ്തത് കൊണ്ട് ഇതൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കാം, അതായത് പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുവാണെങ്കിൽ അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മുമ്പാകെ ചെല്ലാം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്താണ്, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലാത്ത എല്ലാതും, അത് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലാത്ത ബാക്കിയുള്ള റൈറ്റ്സിനൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ് എന്ന് പറയും. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്കതൊരു അമെൻമെന്റ് ഇല്ലാതെ ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇല്ലാതെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിൽ അമെൻമെന്റ് വേണമെന്നില്ല, ജസ്റ്റ് ഒരു നിയമം പാസ്സാക്കിയാൽ മതി. നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, അതായത് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴികെയുള്ള ഏതൊരു ആർട്ടിക്കിളിലും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പാർലമെന്റ് നിയമം പാസ്സാക്കിയാൽ മതി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ ആവശ്യമില്ല. ലീഗൽ റൈറ്റ്സ് എന്താണ്, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. ഇനി ലീഗൽ റൈറ്റ്സ് ആണ്. ലീഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെജിസ്ലേഷൻ, ഇപ്പൊ ഏതെങ്കിലും ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് റൈറ്റ്സ് കുറച്ച് ആൾക്കാരെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സിനാണ് ലീഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതിനകത്ത് ഈ ലീഗൽ റൈറ്റ്സ്, അതായത് പാർലമെന്റ് ഇപ്പൊ നിയമം പാസ്സാക്കുകയാണെങ്കിൽ ആ നിയമം ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ 12 to 35 വരെയുള്ള ആർട്ടിക്കിൾസിലുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്തിട്ട് ഒരിക്കലും നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ ഈ 12 to 35. അതാണ് ആർട്ടിക്കിൾ 30. ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ പറയുന്ന കാര്യം നമ്മൾ ഫർദർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഈ ആർട്ടിക്കിൾ 13 എന്ത് പറയുന്നത്, പാർലമെന്റ് നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൺഫർ ചെയ്തിരിക്കുന്ന റൈറ്റ് മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, നമുക്ക് നിയമങ്ങൾ പാർലമെന്റിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. അങ്ങനെ നിയമം വയലേറ്റ് ചെയ്തുകൊണ്ട് നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അസാധുവാകുമെന്നും കൂടി പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. So we have discussed 3 categories, which are the fundamental rights, constitutional rights and legal rights of the constitution. ഞാൻ പറഞ്ഞു ഇനി ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഏതൊക്കെ കാറ്റഗറീസ് ആണ്? റൈറ്റ് ടു ഈക്വാളിറ്റി. റൈറ്റ് ടു ഈക്വാളിറ്റി എന്താണെന്ന് അറിയാലോ? റൈറ്റ് ടു ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും സമന്മാരായിരിക്കണം, ആരും നിയമത്തിന് മുകളിലല്ല, എവരി വൺ ഇസ് സബ്ജക്ട് ടു ലോ എന്ന് പറയുന്ന പാർട്ടാണ് റൈറ്റ് ടു ഈക്വാളിറ്റി. അത് ആർട്ടിക്കിൾ 14 to 18 പറയുന്നത്. ആർട്ടിക്കിൾ 14 to 18 നമ്മൾ എന്തൊക്കെയാ പറയുന്നത്, അതായത് നമ്മളെ കാസ്റ്റ്, റേസ്, പ്ലേസ് ഓഫ് ബർത്ത് എന്നീ കാര്യങ്ങളിലൂടെ നമ്മൾ ഡിസ്ക്രിമിനേഷൻ പാടില്ല, എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്നാലോ ചിൽഡ്രനും വിമനും പ്രത്യേക പ്രിവിലേജസ് ഒക്കെ കൊടുത്തിട്ടും കൂടിയിട്ടുള്ള ആർട്ടിക്കിളാണ്. അവിടെ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് പറയുന്നുണ്ട് 14 to 18 എന്താ പറയുന്നത്, ഈക്വാലിറ്റി കൊണ്ടുവരണം, എല്ലാവരും നിയമത്തിന് കീഴിലാണ്, എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണെന്ന് പറയുന്നത്. അപ്പോൾ ചിൽഡ്രനും വിമനും മാത്രം പ്രത്യേക പ്രിവിലേജസ് എന്തിനാ കൊടുക്കുന്നത്, ബിക്കോസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ. പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, പ്രിവിലേജസ് ഇല്ലാത്ത
കാറ്റഗറീസ് ഓഫ് ആൾക്കാരാണ് വിമൻ ആൻഡ് ചിൽഡ്രൻ. അവരെ കുറച്ചുകൂടി എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണെങ്കിൽ അത് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ്. അത് വൺ ഫീച്ചർ ഓഫ് ഈക്വാലിറ്റി എന്ന് വേണമെങ്കിൽ കൂടി പറയാം. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻഇക്വാലിറ്റി ബട്ട് ഇറ്റ് ഈസ് ഓൾസോ equality because we are giving privileges to women and children for their empowerment. അപ്പൊ റൈറ്റ് ടു ഇക്വാലിറ്റി ഡിസ്കസ് ചെയ്യുന്ന 14 to 18 ആണെങ്കിൽ നമ്മുടെ 19 to 22 എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ആണ്. എന്തൊക്കെ ഫ്രീഡം? ഇങ്ങനെ രീതിയിലുള്ള ഫ്രീഡം, നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും മൂവ് ചെയ്യാനുള്ള ഫ്രീഡം, നമുക്ക് സംസാരിക്കാൻ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമുക്ക് ഏത് രീതിയിലുള്ള ജോലി ചെയ്യാനുള്ളത്, ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ജോലി ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും കൺഫർ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 19 to 22. ഈ ആർട്ടിക്കിൾ 19 to 22 ഈ ഫ്രീഡംസ് കൂടാതെ തന്നെ നമ്മുടെ എന്താണ് റൈറ്റ് ടു ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കൺവിക്റ്റഡ് പേഴ്സൺസിന്റെ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അറസ്റ്റിൽ നിന്നുള്ള പ്രിവെൻഷനെ പറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ്മെന്റ് ഇത്ര 1950-ലാണ്. അതിനു മുന്നേ 2 years ആയിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാനും ഒരുപാട് സമയം, ലെങ്തി ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഒരുപാട് സമയം എടുത്തുണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴും ഇറ്റ് ഇസ് റെലവെന്റ് ബിക്കോസ് it confers rights of every people, like rich or poor, even the convicted persons. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ റൈറ്റ്സ് വരെ എൻഷോർ ചെയ്യുന്നുണ്ട് റൈറ്റ് ടു ഫ്രീഡമിന്റെ ആർട്ടിക്കിൾ 19 to 22. ഫർദർ ഓരോ ആർട്ടിക്കിൾസും നമ്മൾ ഫർദർ ക്ലാസ്സസിൽ ഇനി ഡിസ്കസ് ചെയ്യും. ഐ എം ജസ്റ്റ് ഗിവിംഗ് ആൻ ഓവർവ്യൂ ഓഫ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഡിസ്കസ്ഡ് ഇൻ ആർട്ടിക്കിൾ 19 to 22. ഇനി ആർട്ടിക്കിൾ 23 and 24 പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മൾ ചൂഷണം ചെയ്യുക, ഏതൊരു വ്യക്തിയെ ചൂഷണം ചെയ്യപ്പെടുവാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട്, ആ ചൂഷണത്തിൽ നിന്ന് നമ്മൾ ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, കൺഫർ ചെയ്യുന്ന റൈറ്റ്സും ആർട്ടിക്കിൾ 23-ലും 24 പറയുന്നുണ്ട്. 23-ലും 24-ലും എന്തൊക്കെയാണ് പറയുന്നത്? അതായത് ഫോഴ്സ്ഡ് ഹസാർഡസ് എംപ്ലോയ്മെന്റിൽ അല്ലെങ്കിൽ ബെഗാർ എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കണം, അത് പണിഷബിൾ അണ്ടർ ലോ ആണ്. പിന്നെ ചിൽഡ്രനെ ഹസാർഡസ്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. അവരെ ഹസാർഡസ് എംപ്ലോയ്മെന്റിലേക്ക് വിട്ടയക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പണിഷബിൾ അണ്ടർ ലോ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഏരിയാസ് ആണ് ഈ ആർട്ടിക്കിൾ 23 and 24. ഇനി അടുത്തത് എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജൻ. ഞാൻ പറഞ്ഞല്ലോ എല്ലാ രീതിയിലും എന്താ നമ്മളെ പ്രിയാമ്പിൾ പറഞ്ഞത് ജസ്റ്റിസ്, ലിബർട്ടി, ഫ്രട്ടേണിറ്റി. ലിബർട്ടി എങ്ങനത്തെ ലിബർട്ടി ആയിരിക്കണം? സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞു, ലിബർട്ടി ഉണ്ടാവും. അപ്പൊ എങ്ങനത്തെ ലിബർട്ടി വേണം? നമ്മളെ ഇഷ്ടപ്പെട്ട റിലീജിയൻ എക്സസൈസ് ചെയ്യാനുള്ള ലിബർട്ടി വേണം. ഞാൻ പറഞ്ഞ പ്രിയാമ്പിളുള്ള പ്രിൻസിപ്പിൾസ് തന്നെ എന്താണ് നമ്മുടെ ഹോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാം. അതിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രിയാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ആ ഏരിയ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. 25 to 28 ഓഫ് ഈ ആർട്ടിക്കിൾസ് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. അതായത് നമുക്ക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ കൾച്ചറിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് റൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾസ് ആണ് 25 to 28 പറയുന്നത്. ഇനി എന്താണ് 29 and 30? നമ്മുടെ രാജ്യത്തെ യൂണിറ്റി ഡൈവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു. രാജ്യത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അവരുടേതായിട്ടുള്ള റൈറ്റ്സ്, അവരുടേതായിട്ടുള്ള ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, അവരുടേതായിട്ടുള്ള കൾച്ചേഴ്സ് കാണും. അപ്പൊ ഈ കൾച്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യാൻ എന്താണ് അവർക്ക് പ്രത്യേക പ്രിവിലേജസും പ്രത്യേക രീതികൾ ഓഫ് ഗവൺമെന്റ് ഫോം ചെയ്യാനും ഒക്കെ റൈറ്റ്സ് കൺഫർ ചെയ്യുന്നതും കൂടിയുള്ള പ്രൊവിഷൻസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, വിച്ച് ഇസ് 29 and 30. മൈനോറിറ്റി ഗ്രൂപ്പ്സിന് അവരുടെ റൈറ്റ്സും അവരുടെ കൾച്ചർ, സ്ക്രിപ്റ്റ്, ലാംഗ്വേജ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ്സ് ഉണ്ടെന്നും ആ ലാംഗ്വേജും കൾച്ചറും പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് വേണ്ട അങ്ങനത്തെ രീതിയിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ കൊണ്ടുവരാനുമുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29 and 30. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും റൈറ്റ്സ് ഉണ്ടല്ലോ, ഈ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ ചെയ്യാൻ പറ്റുക? അതായത് എന്തൊക്കെ റെമഡീസ്, എന്ത് റിലീഫാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 32 to 35 പറയുന്നത്. ആർട്ടിക്കിൾ 32 ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് നമ്മുടെ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും റൈറ്റ്സ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ത്രൂ ബൈ മീൻസ് ഓഫ് റിറ്റ്സ് ദേ ക്യാൻ അപ്രോച്ച് ദ കോർട്ട്, സുപ്രീം കോർട്ട് ഓൺ ഹൈ കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. 33, 34, 35 എന്തൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി നെക്സ്റ്റ് സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. 32 ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വിച്ച് വി വിൽ ഡിസ്കസ് ഇൻ ഫർദർ ക്ലാസ്സസ്. ഓക്കെ, അടുത്തത് എസെൻഷ്യൽ കോൺസെപ്റ്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എസെൻഷ്യൽ കോൺസെപ്റ്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ കോൺസെപ്റ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു പ്രിയാമ്പിൾ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്.
അപ്പൊ അത് അല്ലാതെ തന്നെ എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്നാണ്. ഒന്ന് ഇക്വാളിറ്റി ബിഫോർ ലോ. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും നിയമത്തിന് മുന്നേ സമന്മാരാണ്. ആ ഈ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത വ്യക്തി A.V. ഡൈസി ആണ്. അത് യുണൈറ്റഡ് കിങ്ഡമിന്റെ ജൂറിസ്പ്രുഡൻസിലേക്കും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈക്വാലിറ്റി ബിഫോർ ലോ ഇസ് വൺ ഓഫ് ദ എസെൻഷ്യൽ കോൺസെപ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് നമ്മുടെ ആർട്ടിക്കിൾ 14 നമ്മൾ കാണാൻ പറ്റും. ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തത് സെപ്പറേഷൻ ഓഫ് പവർ ആണ് മറ്റൊരു കോൺസെപ്റ്റ്, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് മോണ്ടെസ്ക്യൂ ആണ് ഡെവലപ്പ് ചെയ്തത്. മോണ്ടെസ്ക്യൂ എന്താണ് ഈ സെപ്പറേഷൻ ഓഫ് പവറിനെ പറ്റി പറയുന്നത്? നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ ഒക്കെ എക്സിക്യൂട്ടീവ് ഒക്കെ ഇൻഡിപെൻഡന്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ അവർക്ക് കുറച്ചുകൂടി എഫിഷ്യന്റ് ആകാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ പവർ കോൺസെൻട്രേഷൻസ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സെപ്പറേഷൻ ഓഫ് പവർ. ഈക്വാലിറ്റി ബിഫോർ ലോ, സെപ്പറേഷൻ ഓഫ് പവർ ആർ ടു അതർ കോൺസെപ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ അടുത്തതെന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് പവർ ആണ്. ഈ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിയനും സ്റ്റേറ്റിനും അവർക്ക് നിയമം ഉണ്ടാക്കാനും അവർക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഏതൊക്കെ ആസ്പെക്ട്സ് ആണ്, ഏതൊക്കെ സബ്ജക്ട്സിലാണ് എന്നുള്ളത് ഷെഡ്യൂൾ 7 ആർട്ടിക്കിൾ 246 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഡിവിഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ പറഞ്ഞ സെപ്പറേഷൻ ഓഫ് പവർ, ഈക്വാലിറ്റി ബിഫോർ ലോ ഒക്കെ എന്തിനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നത്? കാരണം വെച്ചാൽ ആർബിട്രറിനെസ് ഇല്ലേ, അൺഫെയർ ആയിട്ടുള്ള നിയമങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് എക്സ്പ്രസ്ലി മെൻഷൻ ചെയ്യാനാണ് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇക്വാലിറ്റി ബിഫോർ ലോ, സെപ്പറേഷൻ ഓഫ് പവർ, ഡിവിഷൻ ഓഫ് പവർ എന്നീ പറഞ്ഞുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ടും അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ടാണ് ഗാർഡിയൻ ആണ്, പ്രൊട്ടക്ടർ ഓഫ് ദ ഫണ്ടമെന്റൽ, അതായത് സെർവ്സ് ആസ് എ പ്രൊട്ടക്ടർ ആൻഡ് ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ത്രൂ ജുഡീഷ്യൽ റിവ്യൂ പവേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതി, അതായത് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലെ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ എവിടെ പോകാം? സുപ്രീം കോടതിയിലേക്ക് പോകാം. അങ്ങനെ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രൊട്ടക്ടറായി സുപ്രീം കോടതി പ്രവർത്തിക്കുന്നു. കൂടാതെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്ത് നമ്മുടെ പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ സിറ്റിസൺസ് ആയിട്ടും ഏലിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. സിറ്റിസൺസിന് കുറച്ച് റൈറ്റ്സ് നമ്മുടെ ഈ 12 to 35 എന്ന ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. അപ്പൊ അതില് ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ആകെ സിറ്റിസൺസിന് അവൈലബിൾ ആണ്. കാരണം നമ്മൾ അതിന്റെ ആ ചാപ്റ്ററിന്റെ ലാംഗ്വേജ്, സെക്ഷൻ ആർട്ടിക്കിളിന്റെ ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ സിറ്റിസൺസ് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ 14, 20, 21, 23, 25, 27, 28 ഓൾ പേഴ്സൺസ്, അതായത് സിറ്റിസൺസ് മാത്രം എല്ലാ വ്യക്തികളും, ഓൾ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിനകത്ത് കമ്പനിനെ ആഡ് ചെയ്യാം, കോർപ്പറേറ്റിനെ ആഡ് ചെയ്യാം, എന്നീ പറഞ്ഞിട്ടുള്ള ജൂറിസ്റ്റിക് എൻറ്റിറ്റികളെയും കൂടി ആഡ് ചെയ്യാം. അങ്ങനത്തെ കുറെ കേസസ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കേസ് അതേപോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജൂറിസ്റ്റിക് കോൺസെപ്റ്റ്സ് ഓഫ് ദ കോർപ്പറേഷൻ എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ മതി, റോസിമസിന്റെ വിച്ച് കേസ് വാസ് ഡിസ്കസ്ഡ് ഓൺ ദിസ് മാറ്റർ. പിന്നെ എന്തായിരുന്നു, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്. പിന്നെ നമ്മളിപ്പോ എന്താണ് ഇത്രയും റൈറ്റ്സ് ഒക്കെ നമ്മുടെ സിറ്റിസൺസിനോ പേഴ്സൺസിനോ ഇത്ര റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റെമഡി ആയിട്ട് നമ്മൾ റെമഡിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ആരുടെ അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഇത് പോകുന്നത്? ആരാണ് നമുക്ക് റിലീഫ് തരേണ്ടത്? സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്, അപ്പൊ മോസ്റ്റ് റൈറ്റ്സ് വിച്ച് ആർ അപ്ലൈഡ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആക്ഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഏതാണ്? 19, 20 ആണ്. എന്നാൽ 15 clause 2, 17, 18, 23, 24 under both the സ്റ്റേറ്റിന് അഗേൻസ്റ്റ് നമുക്ക് റിലീഫ് മേടിക്കാം, ഇൻഡിവിജ്വലിന്റെ അഗേൻസ്റ്റ് റിലീഫ് മേടിക്കാൻ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 15 clause 2, 17, 18, 23 and 24. ക്ലിയർ? ഇനി അടുത്തത്, നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നു, അത് ഏറ്റവും ബേസിക് ആണെന്ന് നമ്മൾ കുറെ നേരം നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് സസ്പെൻഡും കർട്ടെയിൽ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ നമ്മുടെ ആർട്ടിക്കിളിൽ? എന്തിനായിരിക്കും? ഉണ്ടെങ്കിൽ തന്നെ എന്തിനായിരിക്കും നമ്മൾ ഈ സസ്പെൻഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടാകുന്നത്? അത് മോസ്റ്റ് പ്രോബബ്ലി എപ്പോഴായിരിക്കും? അതായത് പബ്ലിക് ഓർഡർ, നാഷണൽ സെക്യൂരിറ്റി എന്നീ പറഞ്ഞ ആസ്പെക്ട്സ് ഒക്കെ നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ എന്താണ് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ കാര്യത്തിനൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടിനെ എന്താ പറയുക, കർട്ടെയിൽ ചെയ്യാൻ പറ്റും. അതായത് നമുക്കത്
കൺട്രോളിൽ വരുത്താൻ പറ്റും. അതുകൊണ്ടാണ് ചില ആർട്ടിക്കിൾസിന്റെ പ്രൊവിഷൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, സസ്പെൻഡോ കർട്ടെയിൽ ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 33, ഞാൻ പറയാം ആർട്ടിക്കിൾ 32 ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് കുറച്ച് റെമഡീസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. നമുക്ക് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. പക്ഷേ ചില ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ, ആംഡ് ഫോഴ്സിലുള്ള ആൾക്കാർക്ക് പാർലമെന്റിന്റെ നിയമപ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ്സ് റെസ്ട്രിക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ ഇൻ ദീസ് ആർട്ടിക്കിൾ 33 പറയുന്നത് ആംഡ് ഫോഴ്സിലുള്ള ആൾക്കാരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ആക്കാനുള്ള റൈറ്റ് പാർലമെന്റിന് ഉണ്ടെന്ന് കൺഫർ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 33. പിന്നെന്താണ് ആർട്ടിക്കിൾ 34? ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന വേറൊരു സാഹചര്യം അത് മാർഷൽ ലോ, മിലിറ്ററി ലോ നമ്മുടെ രാജ്യത്ത് വരുവാണെങ്കിൽ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത് എമർജൻസി സിറ്റുവേഷനിലാണ്. അതായത് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് പാർലമെന്റ് എന്ത് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാം. പക്ഷേ ഏതൊക്കെ റൈറ്റ്സ് എന്നാലും നിലനിൽക്കും? ആർട്ടിക്കിൾ 20 ആൻഡ് ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലിബർട്ടി, പിന്നെ നമ്മുടെ നിമോട്ടിബെക്സ് കോസാസുവ എന്നീ പറയുന്ന കാര്യം അതൊക്കെ നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യും. ആർട്ടിക്കിൾ 20 21 ആണ് എന്താണ് നിലനിൽക്കുന്നത്. ഈവൻ ദോ ഓൾ ദി അതർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ സസ്പെൻഡ്, ആർട്ടിക്കിൾ 20 ആൻഡ് 21 റിമെയിൻസ്. ഓക്കെ. പിന്നെ എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ. പക്ഷെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മുടെ എന്താണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടർ മനസ്സിൽ വെച്ചിട്ട് വേണം. ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ പറ്റും. അതിന് പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368, അമെൻഡിങ് പവർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇത്രയാണ് നമ്മൾ എന്താണ് ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നത്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് കോൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും റിലീഫ് നേടാൻ പറ്റും. ആർട്ടിക്കിൾ 32 വെച്ചിട്ട് നമുക്ക് സുപ്രീം കോടതിക്ക് മുൻപാകെ പോകാൻ പറ്റും, റിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ ആ റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ അഗേൻസ്റ്റ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ വാട്ട് ഈസ് ആക്ച്വലി ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്? സോ ഈ കോൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12. ആർട്ടിക്കിൾ 12 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നു? ആർട്ടിക്കിൾ 12 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഏതൊക്കെ ആസ്പെക്ട്സ് ആണ്, ആരൊക്കെയാണ് സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, യൂണിയൻ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും സ്റ്റേറ്റ് ആണ്. രണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അത് സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവും സ്റ്റേറ്റിന്റെ ലെജിസ്ലേച്ചറും എന്താണ്, സ്റ്റേറ്റ് ആണ്. പിന്നെ ലോക്കൽ അതോറിറ്റീസ്, അതായത് മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡ്സ്, ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് എന്നീ കാര്യങ്ങളൊക്കെ ലോക്കൽ അതോറിറ്റീസ് ഒക്കെ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ലോക്കൽ അതോറിറ്റീസ് ആക്ച്വലി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജനറൽ ക്ലോസസ് ആക്ടിലെ സെക്ഷൻ 3 ക്ലോസ് 31 ലോക്കൽ അതോറിറ്റീസ് എന്താണെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്, ഡയറക്റ്റ് ബോർഡ്, ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് എന്നീ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്താണ്, സ്റ്റേറ്റ് ആണ്. ദാറ്റ് ലോക്കൽ അതോറിറ്റീസിന് കീഴിൽ ഇവരൊക്കെ വരും. ഇവരൊക്കെ ഒബ്വിയസ്ലി സ്റ്റേറ്റ് ആയിരിക്കും. എന്തെങ്കിലും റെമഡി അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് വയലേറ്റ്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റി വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് റിലീഫ് കൊടുക്കാനുള്ള എന്താണ്, they are compelled to give the relief because they are state under the definition of Article 12. ഇനി അടുത്ത ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് കോൺസെപ്റ്റ് ആണ് അതർ അതോറിറ്റീസ്. ഈ അതർ അതോറിറ്റീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്താണ് ഈ അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ, പക്ഷേ ആക്ച്വലി അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ഒരു എൻറ്റിറ്റിയാണ്. ആ എൻറ്റിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ എൻറ്റിറ്റിക്ക് നിയമം ഉണ്ടാക്കാൻ, അത് റെഗുലേഷൻസ്, ബൈലോസ് ഒക്കെ ഉണ്ടാക്കാനും ഉള്ള അധികാരമുണ്ട് താനും. കൂടാതെ തന്നെ അത് എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ അതിന് അതോറിറ്റീസ് എന്ന് പറയുന്നത്. ഈ അതർ അതോറിറ്റീസ് എന്താണെന്ന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള സമയത്ത് നമ്മുടെ കോടതിക്ക് മുമ്പായി കുറെ കേസുകൾ വന്നിട്ടുണ്ട്. ആ കേസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി ഈ അതർ അതോറിറ്റീസിലുള്ള ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് സ്റ്റേറ്റ് ആയിട്ട് കരുതപ്പെടുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് കുറച്ച് കേസസ് നോക്കാം. The first landmark case is Electricity Board of Rajasthan versus Mohanlal. ഈ Electricity Board of Rajasthan versus Mohanlal എന്ന് പറയുന്നത് ഒരു പ്രൊമോഷന്റെ കേസാണ്. മോഹൻലാൽ എന്ന വ്യക്തിയുടെ പ്രൊമോഷൻ ആർട്ടിക്കിൾ 14 and 16 വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിക്ക് മുൻപാകെ പോയ സമയത്ത് എന്താണ്, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫ് രാജസ്ഥാൻ സ്റ്റേറ്റ് അല്ല എന്ന് വാദിച്ചു. അപ്പോൾ ഈ കേസിൽ അവസാനം വന്ന അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുള്ള ആസ്പെക്ട് സ്റ്റേറ്റ് ആവുമോ,
സ്റ്റേറ്റ് ആവുകയാണെങ്കിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് ആവുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കേസാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് മോഹൻലാൽ. അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എംപവർ ചെയ്തിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതായത് encompasses all bodies created by the constitution or statute which legally enforces powers regardless of whether performing sovereign functions. അതായത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ട് മുഖേന ഒരു അധികാരം നൽകുന്ന ഒരു എൻറ്റിറ്റി ആണെങ്കിൽ അത് അതർ അതോറിറ്റീസിന്റെ കീഴിൽ വരും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫ് രാജസ്ഥാൻ സ്റ്റേറ്റിന്റെ കീഴിൽ വരും. സോ രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഇസ് ഹെൽഡ് ആസ് സ്റ്റേറ്റ് അണ്ടർ അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് മോഹൻലാൽ. അടുത്തത് സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് റാം ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസസ് ആണ്. നമ്മൾ ഈ എക്സാംസിലൊക്കെ ഈ കേസസ് ഒക്കെ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോറിംഗ് ആണ്. ഈ സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് റാം എന്ന് പറഞ്ഞ കേസിൽ ONGC, LIC, IFC എന്നൊക്കെ ആർട്ടിക്കിൾ 12ന്റെ കീഴിൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം അവരൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. ഒരു സ്റ്റാറ്റ്യൂട്ട് മുഖേന ഒരു കോർപ്പറേഷൻ ആയിട്ട് മുന്നിൽ വന്ന അധികാരങ്ങളൊക്കെ കൺഫർ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 12ന്റെ കീഴിൽ ഇവരൊക്കെ സ്റ്റേറ്റ് ആണ്. ഏതൊക്കെ ONGC, LIC, IFC ഒക്കെ എന്താണ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് സുഖ്ദേവ് സിംഗ് വേഴ്സസ്. അടുത്തതാണ് RD ഷെട്ടി വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി. ഇതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. കാരണം വെച്ചാൽ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് കേസിലും അതർ അതോറിറ്റീസിന്റെ ഒക്കെ എന്താണെന്നുള്ളത് കുറച്ച് ക്ലിയർ അല്ല അല്ലെ. അപ്പൊ കുറച്ചുകൂടി ആംബിറ്റ് വൈഡ് ചെയ്യുന്നത് എന്താണ് സ്റ്റേറ്റ്, ഏതൊക്കെയാണ് അതർ അതോറിറ്റീസിന്റെ കീഴിൽ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കുക എന്നൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് RD ഷെട്ടി. ഈ RD ഷെട്ടി കേസിൽ ജസ്റ്റിസ് ഭഗവതിയാണ് നാല് കോൺസെപ്റ്റ്സ് മുന്നോട്ട് വെച്ചത്. അതായത് ഗവൺമെന്റ് ഫണ്ടിന് ചീഫ് സ്റ്റോഴ്സ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഭയങ്കര ഡീപ്പ് ആൻഡ് പെർവേസീവ് കൺട്രോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റൽ ക്യാരക്ടർ ഒരു എൻറ്റിറ്റിക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ എൻറ്റിറ്റിക്ക് മൊണോപോളി സ്റ്റേറ്റസ് ഉണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനും, പിന്നെ എന്നാൽ ആ മൊണോപോളി സ്റ്റേറ്റസ് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ പെർട്ടിക്കുലർ എൻറ്റിറ്റി സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള എൻറ്റിറ്റി ഇസ് എ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസാണ് രമണ ദയാറാം ഷെട്ടി എന്നുള്ളതാണ് RD ഷെട്ടി കേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റിസ് ഭഗവതി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ആസ്പെക്ട്സിലാണ് ഒരു പെർട്ടിക്കുലർ അതോറിറ്റി സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. ഈ അജയ് ഹാസിയ വേഴ്സസ് ഖാലിദ് മുജീബ് എന്ന് പറഞ്ഞ കേസിൽ കുറച്ചുകൂടി വൈഡൻ ചെയ്ത ആസ്പെക്ട്. നേരത്തെ പറഞ്ഞു RD ഷെട്ടിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർട്ടിക്കുലർ എൻറ്റിറ്റി സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജയ് ഹാസിയയിൽ പറഞ്ഞെന്താ വെച്ചാൽ ഈ പറഞ്ഞ ആസ്പെക്ട്സിന്, അജയ് ഹാസിയയിൽ നേരത്തെ പറഞ്ഞ RD ഷെട്ടിയിൽ പറഞ്ഞ ആസ്പെക്ട്സ് മാത്രമല്ല, അത് കുറച്ചുകൂടി അത് ഇൻക്ലൂസീവ് അല്ല. അതായത് കുറച്ചുകൂടി വൈഡർ ആംബിറ്റിലൂടെ ഈ പറഞ്ഞ ആസ്പെക്ട് മാത്രമല്ല, കുറച്ചുകൂടി വൈഡർ ആംബിറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, സ്റ്റേറ്റ് എന്ന കാര്യത്തിനെ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. അതിനകത്ത് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിൽ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും ഗവൺമെന്റൽ ഏജൻസി ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് അജയ് ഹാസിയ വേഴ്സസ് ഖാലിദ് മജീദ് എന്ന് പറഞ്ഞ കേസ്. മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഡെഫിനിഷൻ ടു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന് ഒരു എക്സ്പാൻഷൻ കൊടുത്തിരിക്കുകയാണ് അജയ് ഹാസിയ വേഴ്സസ് ഖാലിദ് മജീദ് എന്ന് പറഞ്ഞിട്ട് കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറെ 3 കേസസ് ഡിസ്കസ് ചെയ്തെങ്കിൽ ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് നോക്കാം. ഒന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ആണ്, ബീഹാർ ഇലക്ട്രിസിറ്റി ബോർഡ് സ്റ്റേറ്റ് ആണ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്റ്റേറ്റ് ആണ്, ഐസർ ഒരു സ്റ്റേറ്റ് ആണ്, പിന്നെ CSIR ഒരു സ്റ്റേറ്റ് ആണ്. അത് ഈ പറഞ്ഞ കേസാണ് പ്രദീപ് കുമാർ ബിസ്വാസ് എന്ന് പറഞ്ഞ കേസ്. CSIR സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. പിന്നെ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് സ്റ്റേറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, NCERT സ്റ്റേറ്റ് ആണോ? NCERT സ്റ്റേറ്റ് അല്ല, അത് പറഞ്ഞ കേസാണ് ചന്ദ്രമോഹൻ ഖന്ന കേസ് 1992. BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഓഫ് ഇന്ത്യ, ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, ഈ പറഞ്ഞിട്ടുള്ള എൻറ്റിറ്റി സ്റ്റേറ്റ് ആണോ? സ്റ്റേറ്റ് അല്ല എന്ന് പറഞ്ഞ കേസാണ് ടെലിഫിലിം കേസ്. പിന്നെ കോർപ്പറേറ്റ് ഷുഗർ മിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻറ്റിറ്റി സ്റ്റേറ്റ് അല്ല എന്ന് പറഞ്ഞു. കൂടാതെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് ഈ സ്റ്റേറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് തേഗ്രാജ് വസന്തി
കേസ് 1988. അപ്പൊ ഇത്രയും ആസ്പെക്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ഇതുവരെയുള്ള ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കൂടാതെ ജുഡീഷ്യറി സ്റ്റേറ്റ് ആണെന്നുള്ളൊരു ചോദ്യമായിരുന്നു പിന്നീട് വരുന്നത്. കുറെ എൻറ്റിറ്റീസ് നമ്മൾ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ജുഡീഷ്യറി സ്റ്റേറ്റ് ആണോ? ജുഡീഷ്യറി ഇസ് ആക്ച്വലി സ്റ്റേറ്റ് വെൻ ഇറ്റ് ആക്ട്സ് അഡ്മിനിസ്ട്രേറ്റീവ്ലി. അതായത് ആക്ച്വലി ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊട്ടക്ടർ ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കൺഫർ ചെയ്യുന്ന ആർട്ടിക്കിൾസ് കൺഫർ ചെയ്യുന്ന നിയമങ്ങൾ വേണം പാർലമെന്റ് ഉണ്ടാക്കാൻ എന്നൊക്കെ എൻഷുർ ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് സ്റ്റേറ്റ്, സോറി ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പൊ ജുഡീഷ്യറി ആക്ച്വലി സ്റ്റേറ്റ് ആവുന്നത് എപ്പോഴാണ്? അഡ്മിനിസ്ട്രേറ്റീവ്ലി വർക്ക് ചെയ്യുമ്പോൾ. അഡ്മിനിസ്ട്രേറ്റീവ്ലി വർക്ക് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവരുടെ പ്രൊമോഷൻ, അവരുടെ കാര്യത്തിൽ പ്രൊമോഷന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആർബിട്രറി ആയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രം അഡ്മിനിസ്ട്രേറ്റീവ്ലി വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ജുഡീഷ്യറി സ്റ്റേറ്റ് ആവുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിലൊക്കെ ജുഡീഷ്യറി സ്റ്റേറ്റ് അല്ല എന്നാണ് രണ്ട് കേസിൽ പറഞ്ഞത്. നരേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, AR Ramdulay വേഴ്സസ് RS നായക്. ഈ രണ്ട് കേസസിലാണ് ജുഡീഷ്യറി സ്റ്റേറ്റ് ബട്ട് ഓൺലി വെൻ ഇറ്റ് ഈസ് ആക്ടിങ് അഡ്മിനിസ്ട്രേറ്റീവ്ലി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ഓവർവ്യൂ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് വെച്ചാൽ എന്തൊക്കെ കോർ കോൺസെപ്റ്റ്സ് ആണ്, കോർ പ്രൊട്ടക്ഷൻസ് ആണ് നമ്മൾ ആർട്ടിക്കിൾ 40-35 പറഞ്ഞിട്ടുള്ളത്. സിറ്റിസൺസിന് കുറച്ച് റൈറ്റ്സ് ഉണ്ടെന്നും ഓൾ പേഴ്സൺസിന് റൈറ്റ് ഉണ്ടെന്നും സ്റ്റേറ്റ് ഓവർ റീച്ചിന്റെ പൊട്ടൻഷ്യൽ ഒരു എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഔട്ട് റീച്ചിന്റെ ഒരു പ്രൊട്ടക്ടർ ആയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് എന്താണ്, നമ്മൾ സെപ്പറേഷൻ ഓഫ് പവർ ഓഫ് കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു. ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിച്ചു. ഡിവിഷൻ ഓഫ് പവർ, പിന്നെ സുപ്രീം കോടതിയാണ് അൾട്ടിമേറ്റ് ഗാർഡിയൻ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പറഞ്ഞത് വെച്ചാൽ എന്താണ് സ്റ്റേറ്റ് ആർട്ടിക്കിൾ 12 കീഴിൽ ഏതൊക്കെ അതോറിറ്റീസ് ആണ് സ്റ്റേറ്റ് ആയിട്ട്? യൂണിയന്റെയും സ്റ്റേറ്റും ലോക്കൽ അതോറിറ്റീസും പിന്നെ അതർ അതോറിറ്റീസിന്റെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണ്? കുറച്ച് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ ഭാഗങ്ങളാണ്, ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് സ്റ്റേറ്റ്, ഏതൊക്കെ എൻറ്റിറ്റീസ് അല്ല സ്റ്റേറ്റ് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനുള്ളത്, അതായത് ആർട്ടിക്കിൾ 33, 34, 35 എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ. നാഷണൽ ഇൻട്രസ്റ്റിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ ഇൻഡിവിജ്വൽ ലിബർട്ടി സസ്പെൻഡ് ചെയ്യാം എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്. ഐ ഹോപ്പ് യു ഗോട്ട് an idea about what are the fundamentals of the fundamental rights in the Constitution, how it is different from constitutional rights and legal rights എന്നുള്ളതൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. So that's all for the classes today. If you have any doubts, please you can tell me or comment down in the chat box. Okay, ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? അല്ല, ഈ കുറെ കേസ് ലോസ് പറഞ്ഞായിരുന്നല്ലോ ഇപ്പോഴും. അപ്പൊ ഇത് ഇത്തിരി ഫാസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് ഈ കേസ് ലോസ് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അതൊന്ന് പറഞ്ഞു തരാൻ പറ്റും? അത് മീൻസ് എന്റെ ഇത് ഇട്ടിരുന്നാലും മതി, ഞാൻ നോക്കി എഴുതിയെടുത്തോളാം. ഓക്കെ, ഞാൻ എന്നാൽ അതിന്റെ നോട്ട്സ് ആക്കിയിട്ടുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഫാക്ട്സും ആസ്പെക്റ്റും ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. എന്നാലും ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനെ മതിയോ? അത് 3/4 മണിക്കൂറായോ, അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. അങ്ങനെ മതിയോ? അരുൺ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഇതെല്ലാം ഉണ്ടാവുമല്ലോ. കുഴപ്പമില്ല. ഉണ്ട്. ഓക്കെ, ഈ ഗ്രൂപ്പിലല്ലേ ഈ ഫീഡ്ബാക്ക് ആണ്. സോ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ബി ലിറ്റിൽ സ്ലോ ആൻഡ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് സമയം എക്സീഡ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ ഈ ഗ്രൂപ്പിൽ തന്നെ അല്ലേ വരുന്നത്? അതെ. ശരി. ഓക്കെ, താങ്ക്സ് അരുൺ. ഓക്കെ.